കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ പ്രീത. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഞാനൊരു കൊച്ചു പ്രാർത്ഥന പറഞ്ഞു തരാനാണ്. നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ഡിസംബർ 1 മുതൽ 25 വരെ നോയമ്പെടുക്കുന്നവരുണ്ട്, നോയമ്പെടുക്കാത്തവരുണ്ട്, നോയമ്പെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തവരുണ്ട്, പല തരത്തിലുള്ളവരുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സുഹൃത ജപം എൻ്റെ അമ്മ പറഞ്ഞു തന്നിരിക്കുന്നതാണ്. എൻ്റെയൊക്കെ കുഞ്ഞുകാലത്തിൽ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഇങ്ങനെ കുറേ സുഹൃത ജപങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നും ആർക്കും സുഹൃത ജപങ്ങളെ കുറിച്ച് അറിയാനും പാടില്ല. പക്ഷേ എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസ് കാലത്ത് ചെല്ലുന്ന ഈ ഒരു കുഞ്ഞു സുഹൃത ജപം അവർക്കറിയാം. അപ്പോൾ അവർ ആ 25 ദിവസം അവർ ചെല്ലാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വൈകിപ്പോയി. ഡിസംബർ 5-ാം തീയതി സാധാരണ നമ്മൾ ഡിസംബർ 1-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നമ്മൾ പ്രാർത്ഥന ചെല്ലുന്ന കൂട്ടത്തിൽ 25 പ്രാവശ്യം ചെല്ലുന്ന ഒരു കുഞ്ഞു സുഹൃത ജപം. അത് പിള്ളേർക്കും കുഞ്ഞുമക്കൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്കും ചെല്ലാം. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് കാലത്തിൽ നമുക്ക് ഉണ്ണീശോനെ നമുക്ക് വരവേൽക്കാൻ പറ്റും. ഉണ്ണീശോനെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ വരവേൽക്കുന്നത്. അപ്പോൾ നമ്മളത് ആഘോഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകാതെ നമ്മൾ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ സാന്തയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ക്രിസ്മസ് ട്രീ, സാന്ത, ഇവർക്ക് ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കുഞ്ഞുണ്ണീശോ എന്ന് പറഞ്ഞത്, ക്രിസ്മസ് എന്താണെന്ന് പറയുന്നത് പകുതി ആൾക്കാർക്കും അറിയാൻ പാടില്ല. നമ്മുടെ മക്കൾക്കൊക്കെ അറിയാം, നമ്മുടെ ആ പാരമ്പര്യം അനുസരിച്ച് പോരുന്നത് കൊണ്ട് അവർക്കറിയാം. അല്ലെങ്കിൽ പക്ഷേ ഇപ്പോൾ കൂടുതൽ ആഘോഷങ്ങൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം നമ്മൾ പാടെ മറന്നു പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സുഹൃത ജപം ഒന്ന് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. കുളിരാൻ വിറയ്ക്കുന്ന കുഞ്ഞുണ്ണീശോയെ അങ്ങയെ ഞാൻ മുത്തുന്നു. കുളിരാൻ വിറയ്ക്കുന്ന കുഞ്ഞുണ്ണീശോയെ അങ്ങയെ ഞാൻ മുത്തുന്നു. ഇത് 25 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥന ചെല്ലുന്ന കൂട്ടത്തിൽ ആ 25 ദിവസം ചെല്ലാം. ഇനിയിപ്പം 25 ദിവസം ചെല്ലാനായിട്ട് അത്ര ഇല്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ അന്ന് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുമായിരുന്നു, ആ 25 പ്രാവശ്യം നമ്മൾ ചൊല്ലി കഴിയുമ്പോഴത്തേക്കും അത് കുഞ്ഞുണ്ണീശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുണ്ണീശോയ്ക്ക് സമർപ്പിക്കുമ്പോഴത്തേക്കും നമുക്കത് കുഞ്ഞുണ്ണീശോയ്ക്ക് ഉടുപ്പായിട്ട് സമർപ്പിക്കാം, തൊപ്പിയായിട്ട് സമർപ്പിക്കാം, ഗ്ലൗസ്, ബ്ലാങ്കറ്റ്, അങ്ങനെ ഓരോന്നായിട്ട് സമർപ്പിക്കാം. അപ്പം എൻ്റെ മക്കൾ അന്ന് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ മത്സരിക്കുമായിരുന്നു, ഞാൻ ഇന്ന് എന്താ കൊടുക്കുന്നതെന്നുള്ളത് അവർ പറയും. അപ്പോൾ ഞാൻ ഇന്നതാ കൊടുക്കുന്നത്, ഞാൻ ഇന്നതാ കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഇതാണ്. അപ്പോൾ ആ ഒരു 25 ദിവസം നമ്മളത് ചെല്ലാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അത് ചെല്ലുന്നതിൽ കൂടെ നമുക്ക് കുഞ്ഞുണ്ണീശോയെ ഓർക്കാനായിട്ട് പറ്റും. നമ്മുടെ ഭവനത്തിലേക്ക് നമുക്ക് കുഞ്ഞുണ്ണീശോ എതിരേക്കാനായിട്ട് പറ്റും. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 25 ദിവസം നമ്മളാൽ കഴിയുന്നൊരു കുഞ്ഞ് എമൗണ്ട് നമ്മൾ ഇത് നിക്ഷേപിച്ചിട്ട്, ഒത്തിരി ഒന്നും വേണ്ട. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് 25 പൈസ മതിയായിരുന്നു. 25 പൈസ വീതം 25 ദിവസം. അപ്പം ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് അതേപോലെ ഉടുപ്പ് മേടിക്കാൻ കഴിവില്ലാത്തവർ ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മളിപ്പോഴും അറിയാൻ പാടില്ലാത്ത ഉടുപ്പ് മേടിക്കാൻ കഴിവില്ലാത്തവർ, ഭക്ഷണം കഴിക്കാനായിട്ട് പൈസ ഇല്ലാത്തവർ, അവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്കതങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നിക്ഷേപിച്ചിട്ടത് മാറ്റി വെച്ച് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയാണ് നമുക്ക് പുണ്യപ്രവൃത്തികൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഞാനത് പറഞ്ഞു തരാം. നിങ്ങളത് ചെല്ലാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക. ഞാൻ ഒന്നോട് പറഞ്ഞു തരാം, അത് പ്രാർത്ഥിക്കുക. കുളിരാൻ വിറയ്ക്കുന്ന കുഞ്ഞുണ്ണീശോയെ അങ്ങയെ ഞാൻ മുത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന എല്ലാവരും ചെല്ലാനായിട്ട് ശ്രമിക്കുക.